ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിയൻ ബാങ്ക് ATM കാർഡിന്റെ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിൻ അഥവാ പാസ്വേഡ് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ കാരണം നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ATMൽ പോയി വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആ പിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാനാവുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ OTP ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യൂണിയൻ ബാങ്കിന്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചും, അതേപോലെ ബാങ്കിൽ നൽകി വരാറുള്ള ഫോമുകൾ, അതായത് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം, അതേപോലെ ATM കാർഡിന്റെ അപേക്ഷാ ഫോം പോലുള്ള ഫോമുകളൊക്കെ എങ്ങനെ പൂരിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്മിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, യൂണിയൻ ബാങ്കിന്റെ ATM കാർഡിന്റെ പിൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് അറിയുന്നതിനായിട്ട് നമുക്ക് നേരെ യൂണിയൻ ബാങ്കിന്റെ ATMലേക്ക് പോകാം. യൂണിയൻ ബാങ്കിന്റെ ATM ആണിത്. ആദ്യം നമ്മുടെ യൂണിയൻ ബാങ്കിന്റെ ATM കാർഡ് മെഷീനിലേക്ക് ഈ രീതിയിൽ ഇൻസർട്ട് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ്സും ചെയ്യുക. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ആദ്യം സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ വരുന്നതാണ്. അപ്പോൾ ഈ ATMൽ ഇംഗ്ലീഷും ഹിന്ദിയും ഭാഷകൾ മാത്രമേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. എന്നാൽ മറ്റ് ചില യൂണിയൻ ബാങ്കിന്റെ ATMകളിൽ മലയാളം ഭാഷ കൂടി സെലക്ട് ചെയ്യാൻ കാണിക്കുന്നതാണ്. ഈ ATM ടച്ച് സ്ക്രീനാണ്, അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആ ഇംഗ്ലീഷ് എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തതും തന്നെ സ്ക്രീനിൽ ഇപ്പോൾ 7 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന 3 ഓപ്ഷനുകളിൽ നടുവിലായി കാണുന്ന പിൻ ചേഞ്ച് എന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി പിൻ ചേഞ്ച് എന്ന ബട്ടണിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തതും തന്നെ സ്ക്രീനിൽ ഇപ്പോൾ പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങൾ വരുന്ന ഒരു പുതിയ പിന്ന് മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങൾ വരുന്ന ഒരു പിന്ന് ഞാനിവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ആ പുതിയ പിന്നിന്റെ 4 അക്കങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ സ്ക്രീനിൽ വീണ്ടും പ്ലീസ് റീ എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് ഇതുപോലെ കാണിക്കുന്നതാണ്. അതായത് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്നുണ്ടല്ലോ, അത് തന്നെ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെയാണ് രണ്ടാമതും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതല്ല രണ്ടാമത് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിൽ അത് തെറ്റാണെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്ന് തന്നെ വീണ്ടും കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആ 4 അക്കങ്ങളെ ക്രമം തെറ്റാതെ തെറ്റിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ സ്ക്രീനിൽ പ്ലീസ് എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പിൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ATM കാർഡിന് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പിന്നുണ്ടല്ലോ, ആ പഴയ പിന്ന്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തല്ലോ, അതല്ല, മറിച്ച് ഞാൻ ATM കാർഡിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പഴയ പിന്ന് ടൈപ്പ് ചെയ്യാനാണ് ഇപ്പോൾ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ ആഫ്റ്റർ പിൻ പ്രസ് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അടുത്ത സ്ക്രീൻ വരുന്നതാണ്. അപ്പൊ ഞാൻ എൻ്റെ ATM കാർഡിന് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും തന്നെ ഇപ്പൊ അടുത്തതായിട്ട് പിൻ ചേഞ്ച് കംപ്ലീറ്റ് എന്ന് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ ഒരു പുതിയ പിന്ന് എൻ്റെ ATM കാർഡിന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി മുതൽ ഈ ATM കാർഡ് ഉപയോഗിച്ച് ATMൽ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ പുതിയ പിന്നാണ് ഇനി മുതൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ATM കാർഡ് ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ബീപ്പ് ശബ്ദം വരുന്നുണ്ട്. അതിന്റെ അർത്ഥം കാർഡ് പുറത്തേക്ക് എടുക്കാമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ATM കാർഡിന് പുറത്തേക്ക് എടുക്കാം. ഈ രീതിയിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമ്മുടെ ATM കാർഡിന്റെ പിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.